ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കണ്ണപ്പ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. 3 മിനിറ്റിന്റെ ഡ്യൂറേഷനിലാണ് സാധനം വന്നിരിക്കുന്നത്. കുറച്ചധികം കാണാനുണ്ടാവും തീർച്ചയായിട്ടും. സിനിമ തന്നെ 3 മണിക്കൂറിന് മുകളിലുണ്ട്. പിന്നെ ഇപ്പൊ ട്രെയിലർ എങ്കിലും അത്രയും വേണ്ടേ? അതെ, അല്ലേ? നമുക്ക് കാണേണ്ടത് ലാലേട്ടൻ, പ്രഭാസ്. എനിക്ക് അക്ഷയ് കുമാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എങ്ങനെ ആവുന്നുള്ളത്. അതെ, അത് ശരിയാണ്. എന്തായാലും ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് കണ്ണപ്പ. അക്ഷയ് കുമാർ, ലാലേട്ടൻ, പ്രഭാസ്, വിഷ്ണു മഞ്ജു ആണ് നായകൻ. ആൾ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി, ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുകേഷ് കുമാർ സിംഗ്. ഓക്കെ, പിന്നെ ആയിരിക്കണം ശരത് കുമാർ ഉണ്ട്, കാജൽ അഗർവാൾ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ, ഒരുപാട് താരങ്ങളുണ്ട്. പിന്നെ നോക്കാം. അതെ, എന്തായാലും ജൂൺ 27 സിനിമ റിലീസിനെത്തുകയാണ്. ഓക്കെ, ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലാണ് ലോഞ്ച് നടക്കുന്നത്. നമ്മൾ കാണുന്നത് മലയാളമാണേ. ഓക്കെ, വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തിൽ അടുത്തെത്തുന്നത് അസാധ്യം. ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണകാർ ഉറപ്പു നൽകുന്നു. ഒരു കുഞ്ഞിന് കൂടി ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ? ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര, ആരാ നീ? ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തര ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയതാണ്. നീയും നിന്റെ ദൈവവും കൂട്ടുകലന്മാർ തന്നെ. ശിവായെന്ന് നീ മനസ്സൊരുക്കി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലി. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ള വിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവലീല. അയ്യോ, ആ കാഹളം. ട്രൂ സ്റ്റോറി. സംഭവം ശരി തന്നെയാണ്. ചില സീനുകളൊക്കെ, ചില ഷോട്ടുകളൊക്കെ രസമുണ്ട്. ആ കുതിരേനെ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ രസമുണ്ട് കേട്ടോ. അല്ലാതെ തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ കുറച്ച് കുതിരേന്റെ ആ സീനുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയ എന്താ പറയുക, ഡബിങ്. അതായത് ഒരു നായകന് കൊടുത്തിരിക്കുന്ന സൗണ്ട് മലയാളത്തിന്റെ ആയിരിക്കും പ്രശ്നം, പക്ഷെ അത് ബോറായി പോയിട്ടോ ആ ഒരു സൗണ്ട് കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ കൊച്ചു സംസാരിക്കുന്നൊക്കെ പോലെ. പിന്നെ മാത്രല്ല മലയാളത്തിന് പവർ കുറയും. അത് ഭയങ്കര ഡയലോഗുകളെ അത് തമിഴാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും. തമിഴ് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ബാസ് ഉള്ള ഒരാളുടെ സൗണ്ട് കൊടുക്കണമായിരുന്നു. അത് ആ ഫസ്റ്റ് സത്യം ചെയ്യുന്ന സാധനം കണ്ടോ, ഇനി ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം. ആ സൗണ്ട് ഒക്കെ എന്ത് ഇതാ. അതേപോലെ തന്നെ ശിവൻ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റും ഇങ്ങനെയായിരിക്കും സൗണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. ഇതിനകത്ത് എന്താണ്
പ്രശ്നമുണ്ട്. ലാലേട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ പക്ഷേ ഡയലോഗ് ഡെലിവറി എന്തോ പ്രശ്നമുള്ളത് പോലെ ഫീൽ ചെയ്യുന്നത്. അത് ഈ ഇതിന്റെ ഇതായതുകൊണ്ട് തന്നെയാണ് ഈ ഡബിങ് അല്ല, ഇതിനു വേണ്ടി ഒരു സ്പീഡ് ഉണ്ടല്ലോ, ഒരു സംസാരം പോന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ എന്തൊരു ബോറ്. ഇത്രേ ഉള്ളൂ ബോറെന്ന് പറഞ്ഞ ആ ഒരു പോന്നൊക്കെ പറഞ്ഞ സംഭവേ ബോറ് അതന്നെ പറഞ്ഞ. അയ്യോ കണ്ണപ്പ ആയിരുന്നാ മതി, പിന്നെന്താ അത്രേ ഉള്ളൂ. അതായത് ഈ സിനിമ ഇതിപ്പോ കാണുമ്പോ ഇതിന്റെ ട്രെയിലർ കാണുമ്പോ ചില സമയങ്ങളിൽ തോന്നും നന്നാവുമോ, ഒരു തോന്നല് വരുന്നുണ്ട്. ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ ആളൊരു ശിവഭക്തനേ അല്ല, എന്നാൽ ശിവന്റെ ഏറ്റവും അടുത്ത ഏറ്റവും നല്ല ഒരു ഭക്തനാണ് എന്നാണ് ശിവൻ പറയുന്നത്. അപ്പോൾ എന്താണ് ആൾക്കുള്ള പ്രത്യേകതകൾ, ആളെന്താണ്, എന്തുകൊണ്ട് ആളുടെ പ്രിയപ്പെട്ട ഭക്തനാവുന്നു എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ത്വര നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചില സംഭവങ്ങളിലൂടെയൊക്കെ ആൾ ഓരോന്ന് അറിഞ്ഞു വരുന്നതും അതിലേക്ക് കൂടുതലായിട്ട് ശിവൻ്റെ ശരിയായ രീതിയിൽ അതായത് ദൈവവിശ്വാസം വരുന്നതും അങ്ങനെയൊക്കെയുള്ള രസമൊക്കെ അതിലുണ്ട്. പിന്നെ ഈ വില്ലന്മാരുടെ ലുക്കും അവരുടെ ആയുധങ്ങളും ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ രണ്ടാമത് പറയാൻ വന്നത്, രണ്ടാമത്തെ കാര്യം ശരിക്കും ഈ കണ്ണപ്പ എന്ന് പറയുന്നത് മറ്റേ അതിലുള്ള പഴയൊരു നോവലാണ്, ഇത് നടന്നൊരു സംഭവമാണെന്നാണ് പറയുന്നത്. കാടിന്റെ ഉള്ളില് കാട്ട് ആ ഒരു സാധനം, ആ ഒരു സംഭവമാണ് ആളുടെ ലുക്കൊക്കെ. ഇതിലേക്ക് വരുമ്പോ തന്നെ ആളുടെ കോസ്റ്റ്യൂം, ആളുടെ എന്നല്ല ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും കോസ്റ്റ്യൂമിന്റെ കാര്യത്തില് അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും പ്രഭാസിന്റെ, അതും ഒരു ജുബ്ബ പോലത്തെ സാധനമൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഈ കോസ്റ്റ്യൂമിൽ തന്നെ അതായത് ഇതിന്റെ ഗ്രേഡിങ് ഇല്ലേ, കളർ ഗ്രേഡിങ്, അത് ഈ പച്ചപ്പ് നിറഞ്ഞ ഈ സീരിയൽ ടൈപ്പ് പരിപാടിയിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡെപ്ത് കിട്ടൂടാ. ഇത് സീരിയൽ പക്ക സീരിയൽ കാണുന്ന ഒരു മൂഡാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഒരു പച്ചപ്പ്, ഈ പച്ചപ്പില് ഒരു എന്തോ യുദ്ധം നടക്കുന്നു, ആ സമയത്ത് എന്തായാലും ഫയർ വരും. ഓക്കെ, തീൻ്റെ ഇത് കാണിക്കും. തീന് നമുക്ക് ഈ പച്ചപ്പിൽ ഒരു വൈബ് കിട്ടുമോ, ഒരു ഇൻറ്റൻസ് ഇത് കിട്ടുമോ? ഇല്ല. അതിന് ഡാർക്ക് മൂഡൊക്കെ വരണം. ഇതിനകത്ത് ശരിക്കും കളർ ഗ്രേഡും കൂടി വേറെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഒന്നുകൂടി നമുക്കൊരു വൈബ് കിട്ടിയത്. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഇനി എടുത്തു പറയാനുള്ള സംഭവങ്ങൾ. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്ഷയകുമാറിന്റെ ഫേസ് ഇവിടുന്ന് ഒരു ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്ന പോലെയാണ്, വെട്ടി വെച്ചേക്കുന്ന പോലെ നല്ല കറക്റ്റായിട്ട്. അതായത് ഇവിടുത്തെ ആ വിഷത്തിന്റെ ഒരു ആ നീല കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു തലേന്റെ ഒരു ഇത് വരുന്നത് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന പോലെയാണ്. അങ്ങനെ കുറേ സംഭവങ്ങളില് ഇത് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇനി എന്തൊക്കെയാണെന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പടം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു പ്രതീക്ഷ സ്റ്റോറി ബേസ് അവിടെ വെക്കുന്നുണ്ട് നമ്മള്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തൊരു രീതിയാണ് പ്രശ്നം. അവിടെ ഒരു ടെൻഷൻ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോറി ഒക്കെ അടിപൊളിയാ, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ അടിപൊളി സ്റ്റോറി സംഭവങ്ങളൊക്കെയാ ഇവര് മേക്ക് ചെയ്തിരിക്കുന്നതും. അതായത് മേക്ക് ചെയ്ത ഈ കാസ്റ്റിങ്ങും ഇതൊക്കെ അടിപൊളിയുണ്ടാവും. പക്ഷെ പ്രശ്നം വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു സീരിയൽ ടൈപ്പ് എന്നുള്ള സാധനത്തിലേക്ക് മാറും. മലയാളികളുടെ ചിന്താഗതിയിലാട്ടോ ഞാൻ പറയണത്, എല്ലാവരെയും പറയാൻ പറ്റൂല, ഒട്ടുമിക്ക ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? അതായത് നമ്മുടെ ഈ വിഷ്ണുമഞ്ച് ചെയ്യുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ആളിലേക്ക് ശിവഭക്തി വരുന്നതും അതിനുശേഷം വലിയൊരു യുദ്ധത്തിലേക്ക് ഈ ഒരു സംഭവം നയിക്കുന്നുണ്ടാവാം. ഈ ഒരു സംഭവം അല്ല, ഒരു വലിയ യുദ്ധത്തിന് മുൻപായിട്ട് അതിൽ പ്രധാന ഒരു രക്ഷകനായി മാറേണ്ട ഒരാളാണ് വിഷ്ണുമഞ്ചുവിൻ്റെ ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഓരോരുത്തരെ അയക്കുന്നു, കിരാതയെ അയക്കുന്നു, നമ്മുടെ രുദ്രയെ അയക്കുന്നു, അത് ശിവൻ. പക്ഷെ ആ ശിവൻ ഇങ്ങനെ അയച്ച് വിളിച്ച് അതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന സംഭവമൊക്കെ സിനിമയിൽ അതുപോലെ തന്നെയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ക്രിഞ്ചാവാം, ഒരു സീരിയൽ രീതിയിൽ തന്നെ സീരിയലിലേക്ക് പോകും. അതെ അതെ. അങ്ങനെയല്ലാതെ വരുന്നു, അതിനുശേഷം ഇങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൈബ് തരുന്നു. ശേഷം എന്തായാലും ശിവൻ ഇറങ്ങി വരും തീർച്ചയായിട്ടും, മിക്കവാറും ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് യുദ്ധത്തിലേക്ക്. അതോ ഇനി മുകളിൽ ഇരുന്നിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ പറയാൻ പറ്റില്ല കേട്ടോ. മുകളിൽ മാത്രമാണെങ്കിൽ അതൊരു വൈബ് കിട്ടൂല അല്ലേ? അതാ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് എനിക്ക് തോന്നുന്നു ചാൻസ് കൂടുതൽ. അവതാരങ്ങളാണല്ലോ, അതെ, ഇവരെയൊക്കെ പുറത്തോട്ട് വിടുകയാണ്, ആളവിടെ ഇരുന്ന് മൊത്തം നിയന്ത്രിക്കുന്നു, അങ്ങനത്തെ സാധനം ആയിരിക്കും തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കണ്ണപ്പ സിനിമ ബാഹുബലിയെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് വിഷ്ണുമഞ്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും അത്രയും വലിയ യുദ്ധം അതിൽ ഉണ്ടാവാം. ഇതിനകത്ത് സ്റ്റോറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആള് പറയുന്നത് ഓക്കെയാണ്, പക്ഷെ ഇത് മേക്ക് ചെയ്ത് ആ രീതിയിൽ എത്തിക്കും കൂടെ വേണം. അവിടെയാണ് പ്രശ്നം. ഇതിന്റെ സ്റ്റോറി ഭീകര സാധനമാണ്, അതല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ സാധനം മേക്ക് ചെയ്ത് ബാഹുബലിന്റെ മുകളിൽ എത്തിക്കണം.
അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഈ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പോട്ടെ, നല്ല രീതിയിൽ വന്നാൽ മതി. സാധനം നല്ല, അതായത് സീരിയൽ ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ, അതായത് വെപ്പൺസ് ഒക്കെ ഭയങ്കര വീക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ആ ഒരു വെപ്പണിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ മറ്റേ കല്ല് കെട്ടി അതിന്റെ ഇടയ്ക്ക് അതുണ്ടാക്കിയ ഒരു സാധനമാണ്. പക്ഷേ അത് ഇപ്പൊ റെട്രോ സിനിമ അല്ലേ, അതിലുണ്ടല്ലോ ലാസ്റ്റ് ഇതേപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടിരുന്നത്, അത് തെർമോക്കോളാന്ന് മനസ്സിലാവുന്നുണ്ട്. മറ്റേ സാധനല്ലേ അതിനകത്ത് പൈപ്പ്, അത് മനസ്സിലാവും. അതാ പറഞ്ഞ എന്തിന് അതില് ഈ കുറെ ആണിയൊക്കെ ഉള്ള മുള്ളു പോലുള്ള ഒരു സാധനം സ്വന്തം കാലിൽ ഒറ്റടിയാ സ്വയം. അതായത് ഇത്രയും വലിയൊരു ദണ്ട്, ഇരുമ്പ് ദണ്ടാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ആണിയല്ല മുള്ളുള്ളത് അത് വെച്ചിട്ട് ഒറ്റടിയാ കാലിന്. അപ്പോൾ അത് ഈ റബ്ബർ പോലെ തട്ടിയിട്ട് അങ്ങ് തെറിക്കും. അത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നത്തിനുണ്ട്. അതായത് അതും ക്ലോസ് വെച്ചിരിക്കുക, സത്യം ക്ലോസ് അതാണ് ഏറ്റവും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ശരിക്കും തെർമോക്കോളിൽ പെയിന്റ് അടിച്ചാണ് ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് അതിന്റെ അറ്റത്തൊരു വാള് പോലത്തെ ഒരു സാധനം ഒക്കെ. അത് മാത്രമല്ല, വേറെ കുറെ വെപ്പൺസ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും 27-ാം തീയതി കാണാം. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്തൊരു സമാധാനല്ലേ. പഠിച്ചോഞ്ഞേ കാത്തോണ്ടേ, ലാലേട്ടനെ കാത്തോണ്ടേ. ലാലേട്ടൻ തകർത്താ മതി, ബാക്കി എന്തും ആയിക്കോട്ടെ. അല്ല, ആഡിസൊക്കെ കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കിട്ടിയോ? ഞങ്ങൾ ആകെ പ്രതീക്ഷ അതൊക്കെ കൊടുത്തു.